ഡിസംബർ 6-ാം തീയതി പുറത്തുവരുന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലേഷൻ, ഇടിയുന്ന GDP, ലോ മാനുഫാക്ചറിംഗ് ഡേറ്റ എന്നീ സാമ്പത്തിക പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിലേക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. RBI ഗവർണർ ശക്തികാന്ത ദാസിൻ്റെ അധ്യക്ഷതയിൽ ഡിസംബർ 4-ാം തീയതി മുതലാണ് MPC മീറ്റിംഗ് ആരംഭിച്ചത്. MPC മീറ്റിംഗിൻ്റെ ഔട്ട്കം ഡിസംബർ 6-ാം തീയതി 10 മണിക്ക് പുറത്തുവരും. ഇപ്രാവശ്യം മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിലേക്ക് കൂടുതൽ മാർക്കറ്റ് ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം ഇൻഫ്ലേഷനിലുണ്ടായ വർധനവും GDP ഗ്രോത്തിലുണ്ടായ ഇടിവുമാണ്. ഒക്ടോബർ മാസത്തിൽ പുറത്തുവന്ന ഇൻഫ്ലേഷൻ ഡേറ്റ RBIയുടെ അപ്പർ ലിമിറ്റായ 6% മുകളിലാണ്. 6.2% അടുത്തുള്ള ഇൻഫ്ലേഷൻ കഴിഞ്ഞ 14 മാസത്തെ ഏറ്റവും ഉയർന്ന ഇൻഫ്ലേഷനാണ് ഒക്ടോബർ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ ജൂലൈ-സെപ്റ്റംബർ ക്വാർട്ടറിലെ GDP ഗ്രോത്ത് കഴിഞ്ഞ 7 ക്വാർട്ടറിലെ ഏറ്റവും താഴ്ന്ന GDP ഗ്രോത്തായി രേഖപ്പെടുത്തി. GDP ഗ്രോത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനിലും താഴെ വരികയും 5.4% റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഒരു എക്കണോമിക് സ്റ്റിമുലസ് അത്യാവശ്യമാണെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. എക്കണോമിക് സ്റ്റിമുലസ് കൈക്കൊള്ളുന്നതിനാവശ്യമായ നടപടി തന്നെയാണ് RBIയിൽ നിന്നും മാർക്കറ്റും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 81% അനലിസ്റ്റുകളും പറയുന്നത് സാധാരണഗതിയിൽ ലിക്വിഡിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി റിപ്പോ റേറ്റിൽ വരുത്തുന്ന മാറ്റം ഇപ്രാവശ്യം RBI കൈക്കൊള്ളാൻ സാധ്യതയില്ല. റിപ്പോ റേറ്റ് മാറ്റുന്നതിന് പകരം ക്യാഷ് റിസർവ് റേഷ്യോ മാറ്റിയായിരിക്കും RBI ലിക്വിഡിറ്റി ഉറപ്പാക്കുന്നത്. 6.5% എന്ന റിപ്പോ റേറ്റ് അല്ലെങ്കിൽ ലെൻഡിംഗ് റേറ്റ് തന്നെ തുടരാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുമ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ 4.5%-ൽ നിന്നും 4%-ലേക്ക് കുറയ്ക്കുന്നത് വഴി എക്കണോമിക് സ്റ്റിമുലസിന് ആവശ്യമായ ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യാമെന്ന് അനലിസ്റ്റുകൾ വിശ്വസിക്കുന്നു. കോവിഡിന് മുൻപ് CRR 4%-അടുത്തായിരുന്നു. അവിടെ നിന്നും CRR 4.5%-ലേക്ക് ഉയർത്തി. ഇവിടെ 50 മുതൽ 25 ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ട് ക്യാഷ് റിസർവ് റേഷ്യോയിലേക്ക് വരുന്നത് വഴി ബാങ്കുകൾക്ക് ഉയർന്ന ലിക്വിഡിറ്റി നേടാൻ സാധിക്കുകയും ഈ ലിക്വിഡിറ്റി മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റിയൽ എസ്റ്റേറ്റ് പോലുള്ള സെക്ടറുകൾ മികച്ച പെർഫോം ചെയ്തേക്കാം. ഇവിടെ CRR റേഷ്യോ 4%-ലേക്ക് എത്തുന്നത് വഴി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം വർദ്ധിക്കാനും റിയൽ എസ്റ്റേറ്റ്, ഹൗസിംഗ് സെക്ടർ കൂടാതെ മറ്റ് വ്യവസായ സെക്ടറിലേക്കും മണി ഇൻഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട്. ഒക്ടോബർ മാസത്തെ RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗിൽ 6.5%-അടുത്തുള്ള റിപ്പോ റേറ്റ് ആയിരുന്നു മെയിൻറ്റെയിൻ ചെയ്തത്. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റിയിലും മാറ്റമില്ലാതെ തുടരുകയും ചെയ്തു. ഇപ്രാവശ്യം RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം അനുസരിച്ച് മാർക്കറ്റ് വോളറ്റൈലാകാനും സാധ്യതയുണ്ട്. ഇനി ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ച് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉറപ്പാക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് PSU ബാങ്കിങ് സ്റ്റോക്കുകൾ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ തന്നെ PSU ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം തന്നെ മൊമെൻറ്റം വന്നു. ഇവിടെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം 7.6% ഉയർന്ന് 61 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 15.47, 52 വീക്കിലോ 45, 52 വീക്ക് ഹൈ 76, ഇയർ ടിൽ ഡേറ്റിൽ 21%-അടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ROE 8%-വും ROCE 5.29%-വും. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ റവന്യൂ 7,259 കോടിയിൽ നിന്നും 8,235 കോടിയിലേക്കും പ്രോഫിറ്റ് 623 കോടിയിൽ നിന്നും 926 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിൽ കമ്പനിക്ക് അല്ലെങ്കിൽ ബാങ്കിന് ഉയർത്താനും സാധിച്ചിട്ടുണ്ട്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 11%, പ്രോഫിറ്റ് ഗ്രോത്ത് 68%, ROE 6%-അടുത്ത്. പൂർണ്ണമായും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ബാങ്കാണ്. 93%-ഓളം സ്റ്റേക്ക് ഹോൾഡിങ്ങും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. 2%-അടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും 3.7%-അടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് പബ്ലിക്കിനുമാണുള്ളത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്കിനെ നമ്മളിവിടെ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ഒന്ന്, ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. കൂടാതെ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വരികയും നെക്ക് ലൈൻ ബ്രേക്കൗട്ടിനടുത്ത് സ്റ്റോക്ക് തുടരുകയും ചെയ്യുന്നു. 55 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 65-70 പോലുള്ള ടാർഗറ്റ് എയിം ചെയ്യാം. 65-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവൻ 72-73 തുടങ്ങിയ ലെവലുകളിലേക്കും സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ തന്നെ ഡബിൾ ബോട്ടം രീതിയിലുള്ളതും ബിയറിഷ് ലൈനിൽ നിന്നും ട്രെൻഡ് റിവേഴ്സൽ വന്നതുമായ ഒരു സ്റ്റോക്കാണ് ഇറാഡ.
ഇറാഡയും NBFC സെക്ടറിലെ ഒരു കമ്പനിയാണ്. റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡ് നൽകുന്ന കമ്പനി. അതുകൊണ്ട് ലെൻഡിങ് റേറ്റിൽ വരുന്ന മാറ്റമോ അല്ലെങ്കിൽ CRRൽ വരുന്ന മാറ്റമോ ഇൻഡയറക്റ്റ്ലി ഇറാഡ എന്ന സ്റ്റോക്കിലും ബൈയിങ് മൊമെൻറ്റത്തിന് കാരണമായേക്കും. ROE 17%, ROCE 9%. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ റവന്യൂ 1177 കോടിയിൽ നിന്നും 1630 കോടിയിലേക്ക് ഉയർത്താനും പ്രോഫിറ്റ് 285 കോടിയിൽ നിന്നും 388 കോടിയിലേക്ക് മെച്ചപ്പെടുത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിന് 75% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 2%, DASന് 0.35%-അടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ്. ഇറാഡയുടെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്കിൽ ഒരു റീസെൻറ്റ് കറക്ഷനിൽ നിന്നും ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും. 215 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 240 വരെ സ്റ്റോക്ക് ഉയരാനും സാധ്യതയുണ്ട്. ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ ഇവിടെ ഡബിൾ ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു. ഇവിടെ നിന്നും 240, ഇവിടെ നിന്നും ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട്, ഇവിടെ നിന്നും നെക്ക് ലൈൻ ബ്രേക്കൗട്ടിന് മുകളിൽ, അതായത് 212 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി 235, 240 തുടങ്ങിയ ലെവൽ വരെ സ്റ്റോക്ക് ഉയർന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്